കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 6 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. ഇന്ന് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് സമയമെടുക്കാം. എൻ്റെ അവസ്ഥയൊക്കെയും 7-ാം വാക്യം മുതൽ, എൻ്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. പൗലോസ് അപ്പോസ്തലന്റെ അവസ്ഥ, താനിപ്പോൾ വീട്ടുതടങ്കലിലാണ് എന്നുള്ളത് അറിയാമല്ലോ. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ വീട്ടുതടങ്കലിൽ ആയിരിക്കുന്നതിൻ്റെ ഒരു പ്രയാസം കൊലോസ്യയിലുള്ള സഭയ്ക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ വലിയ പ്രയാസത്തിലൊന്നുമല്ല എന്നുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ നിരാശപ്പെട്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഇല്ല എന്നുള്ള ഒരു കാര്യം നേരിട്ട് ഇവിടെ നിന്നും പോയി കൊലോസ്യയിലെ സഭയിലെ വിശ്വാസികളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ തിഹിക്കോസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. തിഹിക്കോസിനെ കുറിച്ച് 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒന്ന്, കർത്താവിൽ പ്രിയ സഹോദരൻ. കർത്താവിൽ പ്രിയ സഹോദരൻ എന്ന് ഒരാളെ കുറിച്ച് പറയുമ്പോൾ അവർ തമ്മിലുള്ളതായ വ്യക്തിപരമായ ബന്ധമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയ സഹോദരൻ, നമ്മൾ സാധാരണ പ്രിയപ്പെട്ടവരെന്നും പ്രിയരെന്നും ഒക്കെ പറയുന്നത് വളരെ വളരെയേറെ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ്. അപ്പോൾ കർത്താവിൽ പ്രിയ സഹോദരൻ, നമുക്ക് നമ്മളുടെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ പ്രിയരായിട്ട്, മക്കളും മാതാപിതാക്കന്മാർ അങ്ങനെ നമുക്ക് പ്രിയരായിട്ടൊക്കെ നമുക്ക് തോന്നും, അങ്ങനെയൊക്കെ നമ്മൾ ഇടപെടും. എന്നാൽ കർത്താവിലുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ സഹോദരി സഹോദരന്മാരെയും പ്രിയ സഹോദരന്മാരും സഹോദരിമാരുമായിട്ട് കണക്കാക്കാനായിട്ട് ആവശ്യമുണ്ട്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു, ഒരു വീണ്ടും ജനനം പ്രാപിച്ച് കർത്താവിൽ കൂട്ടായ്മയുള്ളതായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയിലെ അംഗങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ പോലെയാണ്. അപ്പോൾ ഒരു ദൈവ പൈതലും മറ്റൊരു ദൈവ പൈതലും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, ആ ആത്മാവിലുള്ള ബന്ധം അല്ലെങ്കിൽ കർത്താവിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ശരീരത്തിന്റെ 2 അവയവങ്ങൾ പോലെയുള്ള ബന്ധമാണ്. ഞാൻ വിചാരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധവും ആ ആത്മീക ബന്ധം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയും നമ്മുടെ പ്രിയരായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കണം. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ഒരു ആത്മബന്ധം ഈ തിഹിക്കോസിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വിശ്വസ്ത ശുശ്രൂഷകൻ. ഇവരൊരുമിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ പൗലോസ് അപ്പോസ്തലന് തിഹിക്കോസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ തന്നെ ഏൽപ്പിക്കുന്നതായ, നമുക്കറിയാമല്ലോ, ഒരു പ്രദേശത്ത് നിന്ന് സുവിശേഷ പ്രവർത്തനങ്ങളും സഭാ ശുശ്രൂഷയും സഭാ സ്ഥാപനവും പരിപാലനവും തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ധാരാളം വിവിധ നിലകളിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും വിശ്വസ്തത തെളിയിച്ചിരിക്കുന്ന ഒരാളാണ് ഇവിടെ തിഹിക്കോസ് എന്ന് പറയുന്നതായ പൗലോസ് അപ്പോസ്തലന്റെ കൂടെയുള്ളതായ വ്യക്തി. പ്രിയമുള്ളവരെ, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവരതിൽ വിശ്വസ്തരായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും അങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുക എന്ന് പറയുന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യോഗ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ കണ്ടറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ഞാൻ വിചാരിക്കുന്നു ഒരുപക്ഷെ ആ ഒരു നിലയിൽ ഉള്ള ഒരു നല്ല വിശ്വസ്തനായിട്ടുള്ള ഒരു ശുശ്രൂഷകനായിരുന്നിരിക്കണം തിഹിക്കോസ്. മൂന്നാമതായിട്ട് തിഹിക്കോസിനെ കുറിച്ച് പറയുന്നത് സഹഭൃത്യനായ തിഹിക്കോസ്, എൻ്റെ കൂട്ടുവേലക്കാരൻ എന്നുള്ള നിലയിലാണ്. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ ഒരു അപ്പസ്തോലനാണ്.
പൗലോസ് അപ്പോസ്തലന്റെ കൂടെയുള്ള ആളുകളൊക്കെ വിവിധ നിലകളിൽ പൗലോസ് അപ്പോസ്തലനെ സഹായിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. അവര് എന്തെല്ലാം ശുശ്രൂഷകളായിരുന്നു ആ ഒരു ടീമിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. ഞാൻ വിചാരിക്കുന്നു എല്ലാവരും എല്ലാ ശുശ്രൂഷകളിലും ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്. എന്നാൽ ചിലർക്ക് പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രത്യേക കൃപാവരമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ മേഖലയിലും എല്ലാവരും എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാനായിട്ട് കടപ്പെട്ടവരാണ്. അപ്പൊ അതിലൊക്കെയും പൗലോസ് അപ്പോസ്തലൻ തിഹിക്കോസിനെ കുറിച്ച് പറയുന്നത് സഹഭൃത്യൻ എന്നാണ്. നമ്മൾക്ക് ഇന്ന് സഭകളിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ തമ്മിൽ ഇപ്പം പാസ്റ്റർ, അസിസ്റ്റന്റ് പാസ്റ്റർ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വേർതിരിവുകൾ, എൻ്റെ അസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ എൻ്റെ സഹായിയാണ് എന്നുള്ള നിലയേക്കാൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ കാര്യം ചെയ്യുന്ന ആ ഒരു വലിയ പ്രാധാന്യം തനിക്കുള്ളതുപോലെ തന്നെയുള്ള ഒരു പ്രാധാന്യമാണ് തിഹിക്കോസിനും ഇവിടെ കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സഹഭൃത്യനാണ്, ഞാനും ഒരു ഭൃത്യനാണ്, എന്നോടുകൂടെ സഹഭൃത്യനാണ് തിഹിക്കോസ്. അപ്പോൾ അവിടെ ഒരു ശുശ്രൂഷയിൽ അല്ലെങ്കിൽ വിളിയിൽ ഒക്കെ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ തന്നെയും അതൊന്നും അവിടെ കണക്കാക്കുന്നില്ല. ഒരുപോലെ ഞാൻ വിചാരിക്കുന്നു ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പ്രമാണപ്രകാരം ഇവിടെ തിഹിക്കോസിനെയും പൗലോസ് അപ്പോസ്തലൻ തന്നോട് ചേർത്ത് തന്നെ പോലെ തന്നെ ഒരു പ്രാധാന്യത്തോടു കൂടി ഈ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹവൃത്തിനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. എന്തുകൊണ്ടാണ് തിഹിക്കോസിനെ അങ്ങനെ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ ഒരുപക്ഷെ ഈ ലേഖനവും തിഹിക്കോസിന്റെ കയ്യിലായിരിക്കും കൊടുത്തു വിടുക. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിക്കുന്നതായ കാര്യങ്ങൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിലും വ്യാപ്തിയിലും കൊലോസ്യയിലെ സഭയെ അറിയിക്കുവാൻ തൻ്റെ ഈ വിശ്വസ്തതയും അതുപോലെ തന്നെ സഹഭൃത്യൻ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു സഹശുശ്രൂഷ എന്ന് പറയുന്നതായിട്ടുള്ള ആ കാര്യമൊക്കെ അവിടെ സഹായകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു എന്തുകൊണ്ട് തിഹിക്കോസിനെ തിരഞ്ഞെടുത്തു, മറ്റൊരാളെ തിരഞ്ഞെടുത്തില്ല എന്ന് ചോദിച്ചാൽ ആ തിഹിക്കോസിന്റെ പ്രത്യേകതകളാണ് ഈ 3 പ്രത്യേകതകളായിട്ട് നാം വായിച്ചത്. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാൻ, പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ ആയിരിക്കുന്നതായ ആ അവസ്ഥയെ ഏറ്റവും നന്നായിട്ട് കൊലോസ്യയിലെ സഭയെ അറിയിക്കുക, അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുക എന്ന് വെച്ചാൽ കൊലോസ്യയിലെ സഭയിലെ വിശ്വാസികൾ അവരവരുടെ ഹൃദയത്തിൽ വളരെ ഒരു പ്രയാസത്തിന്റെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലനും ഒക്കെ വന്നതായിട്ടുള്ള ഈ തടങ്കലും ഒക്കെ അതിന് അടിസ്ഥാനമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, ആത്മീക ശുശ്രൂഷ മേഖലകളിൽ ഉള്ളതായ ആളുകൾ അവർ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരോട് ഉള്ള ഒരു ആത്മബന്ധവും അവരോടുള്ള സ്നേഹവുമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കുന്നത്. പലപ്പോഴും നമ്മെ തൊടുന്നതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ, ചില നമ്മുടെ ഒരുപക്ഷെ ബന്ധുമിത്രാദികളിൽ നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു വേവലാതിയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകും. എന്നാൽ കർത്താവിന്റെ വേല ചെയ്യുന്ന, കർത്താവിൽ ശുശ്രൂഷകന്മാരായിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തുല്യചിത്തരായി എന്ന് പറയുന്നത് പോലെ ആ ഒരു പ്രയാസം സ്വന്തം പ്രയാസമായി കാണാൻ കഴിയുക എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ സ്നേഹം, ഏക സ്നേഹം പൂണ്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഫിലിപ്പി ലേഖനത്തിൽ. അതുപോലെ ആ ഒരു ഏക സ്നേഹം അവരിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. പൗലോസ് അപ്പോസ്തലനല്ല കൊലോസ്യയിലെ സഭ സ്ഥാപിച്ചത് എന്നുള്ളത് നമ്മൾ അതിന്റെ ആമുഖമായിട്ടുള്ള ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ. പൗലോസ് അപ്പോസ്തലൻ ഒരു പക്ഷേ അവിടെ പോയിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. എന്നിട്ട് പോലും ഈ പൗലോസ് അപ്പോസ്തലനെ കുറിച്ചുള്ളതായ അവരുടെ ആശങ്ക, അവരുടെ താല്പര്യം, അവരുടെ സ്നേഹം, അതൊക്കെ നമുക്ക് ഈ വാക്കിൽ കാണുവാനായിട്ട് സാധിക്കും.
അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്നതായിട്ടുള്ള കൊലോസ്യയിലെ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലന്റെ അവസ്ഥയൊക്കെ കൃത്യമായി പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നതായ ദൗത്യമാണ് തിഹിക്കോസിന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ആളുകളെ പ്രബോധിപ്പിക്കുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും ഒക്കെയുള്ള പ്രത്യേക ഒരു പ്രഭാവരവും ഉള്ളതായ ആളായിരുന്നിരിക്കണം തിഹിക്കോസ്. 9ാമത്തെ വാക്യത്തിൽ, ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടി നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. ഇവിടെ ഈ തിഹിക്കോസിന്റെ കൂടെ കൂട്ടായിട്ട് വിടാൻ പൗലോസ് അപ്പോസ്തലൻ തീരുമാനിച്ചതായിട്ടുള്ള ആള് ഒനേസിമോസ് ആണ്. ഒനേസിമോസിനെ കുറിച്ച് നമ്മൾ ഫിലോമോൻ എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഫിലോമോന്റെ ഭവനത്തിലെ ഒരു അടിമയായിരുന്നു ഒനേസിമോസ്. ഈ ഒനേസിമോസ് ഈ ബന്ധനത്തിൽ അല്ലെങ്കിൽ തടവിൽ വെച്ച് പൗലോസ് അപ്പോസ്തലൻ പരിചയപ്പെടുകയും ഒനേസിമോസിനെ വിശ്വാസത്തിലേക്ക് നടത്തുകയും ചെയ്തതായിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഒനേസിമോസിന്റെയും കൂടെ കൂട്ടത്തിലാണ് ഇവിടെ ഈ തിഹിക്കോസിനെ അയക്കുന്നത്. ഇവിടെ ഒനേസിമോസിനെ കുറിച്ച് പറയുന്നത് വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടും കൂടെ, ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഈ ഒനേസിമോസിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഫിലോമോന്റെ അടുക്കൽ നിന്നും ഒരുപക്ഷെ ചില കളവുകളോ ഒക്കെ നടത്തി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട ആൾ എന്നുള്ള നിലയിലാണ്. അതല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്നും യജമാനനെ വിട്ടു ഓടിപ്പോയതോ അല്ലെങ്കിൽ യജമാനൻ എന്തെങ്കിലും നഷ്ടം വരുത്തിയത് വഴി അവിടെ നിന്ന് നഷ്ടം വരുത്തിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടതോ ഓടിപ്പോയതോ ആയിട്ടുള്ള ആളാണ് ഒനേസിമോസ് എന്നാണ് അതിനെക്കുറിച്ച് പൊതുവെ ചിന്തിക്കുകയും പല ആളുകളും അതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒനേസിമോസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പരിചയപ്പെടുന്നത് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ. അപ്പോൾ സുവിശേഷം ഒനേസിമോസിൽ വരുത്തിയതായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അധികം കാലമൊന്നും ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചുരുക്കം കാലം കൊണ്ട് തന്നെ കർത്താവിന്റെ വചനം ഒരു മനുഷ്യനെ, ഒരു അവിശ്വസ്തനായിരുന്ന ഒനേസിമോസിനെ ഒരു വിശ്വസ്തൻ എന്നുള്ള ഒരു പദവിയിലേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം ഒനേസിമോസ് ഒരു അടിമയായിരുന്നു. എന്നാൽ അടിമയായിരുന്ന ഒനേസിമോസിനെയും പൗലോസ് അപ്പോസ്തലൻ പ്രിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തൊഴിലിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ അതല്ല എങ്കിൽ അവരുടെ സൗന്ദര്യത്തിന്റെയോ ധനസ്ഥിതിയുടെയോ അടിസ്ഥാനത്തിലല്ല ഒരു ദൈവവൈതലും മറ്റൊരു ദൈവവൈതലിനെ കാണേണ്ടത്. അത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്തു നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല. അനേക സഭകളിലും ആളുകൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള അവരുടെ ബന്ധവും ഇടപാടും സ്നേഹവും ഒക്കെ അവരുടെ ലോകത്തിലുള്ളതായിട്ടുള്ള എന്തെങ്കിലും സ്ഥാനമാനത്തിന്റെയോ സൗന്ദര്യത്തിന്റെയോ ധനസ്ഥിതിയുടെയോ ഒക്കെ അടിസ്ഥാനത്തിലാണ്. എളിയവരായിട്ടുള്ള ആളുകളെ പരിഗണിക്കുന്നതായിട്ടുള്ള ആളുകൾ, ആ മനോഭാവമുള്ള ആളുകൾ ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ തന്നെ വളരെ കുറവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നാം പഠിച്ചപ്പോൾ വലിപ്പം ഭാവിക്കാതെ നിങ്ങൾ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എളിയവരോട് ചേരുന്നവരാണ് യഥാർത്ഥത്തിൽ ആ ദൈവാത്മാവ് വസിക്കുന്ന ദൈവവചന പ്രകാരം മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ഭൗതിക സ്ഥിതികളൊക്കെ കണ്ട് അതിനാൽ ആകർഷിക്കപ്പെട്ട് അതിനാൽ വശീകരിക്കപ്പെട്ട് അങ്ങനെയുള്ളവരെ പ്രത്യേകം മാനിക്കുന്നു എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ അവർ ദൈവിക പരിപാടിയിൽ ഉണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ തിഹിക്കോസിനെ അയക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഒനേസിമോസിനെ അയക്കുന്നത്. രണ്ടുപേരെ കുറിച്ചും പറയുന്നത് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ്. സഹഭൃത്യൻ എന്നുള്ള ഒരു കാര്യം ഇവിടെ ഒനേസിമോസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. താനൊരു പുതിയ വിശ്വാസിയായിരുന്നിരിക്കണം, അതുകൊണ്ട് തന്നെ തൻ്റെ സ്വന്തം സ്ഥലത്തേക്ക്, സ്വന്തം സഭയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഫിലേമോനും ഈ കൊലോസയിലുള്ള ഒരു സഭയിലെ അംഗമായിരുന്നു. ഫിലേമോന്റെ ഭവനത്തിലായിരുന്നു സഭ ഉണ്ടായിരുന്നത്. അപ്പോൾ കൊലോസ്യ സഭ ഫിലേമോന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന സഭയാണ് എന്ന് ആണ് അതിനെക്കുറിച്ച് പൊതുവിൽ ചിന്തിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ
ആ ലൗദിക്യ എന്ന് പറഞ്ഞ പട്ടണത്തിനടുത്ത് ഉള്ള ഏതെങ്കിലും മറ്റൊരു ചെറിയ സഭയും ആകാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നൊക്കെ അതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സഹോദരന്മാരെയാണ് പൗലോസ് അപ്പോസ്തലന്റെ അവസ്ഥയും ഒക്കെ അറിയിക്കുന്നതിനും ഒരുപക്ഷെ ഈ കത്ത് കൈമാറുന്നതിനും വേണ്ടി കൊലോസ്യയിലെ സഭയിലേക്ക് അയക്കുന്നത്. 10 മുതലുള്ള വാക്യങ്ങളിൽ, എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർന്നബാസിന്റെ മച്ചുനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. തുടർന്ന് മറ്റ് 3 ആളുകളെ കുറിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അരിസ്തർഹോസിനെ കുറിച്ച് പറയുന്ന സഹബദ്ധനായ, അതായത് പൗലോസ് അപ്പോസ്തലനോടുകൂടെ തടവിലാക്കപ്പെടുകയും എന്നാൽ പിന്നീട് വിട്ടയക്കപ്പെടുകയും ചെയ്ത ആളാണ് അരിസ്തർഹോസ് എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് സഹബദ്ധനായ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നിന്ന് സുവിശേഷം അറിയിച്ചതായ ആളുകൾ ആയിരുന്നിരിക്കണം. അവരെക്കുറിച്ചും ബർന്നബാസിന്റെ മച്ചുനനായ മർക്കോസ്, അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ മർക്കോസിനെ കുറിച്ച് ഒരു പ്രത്യേക കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയാണ്. ഈ മർക്കോസിന്റെ കാര്യത്തിലാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ ബർന്നബാസും പൗലോസും തമ്മിൽ ഒരു വലിയ തർക്കമുണ്ടായിട്ട് അവർ തമ്മിൽ പിരിഞ്ഞതായിട്ടുള്ള ഒരവസ്ഥ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുവാനായിട്ട് കഴിയുമല്ലോ. ആ ഒരു മർക്കോസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മർക്കോസ്. അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നതായ ആ ഒരു പ്രശ്നം പിന്നീട് പരിഹരിക്കപ്പെടുകയും അതുകൊണ്ട് മർക്കോസിനെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അവിടെ നിന്ന് ഊഹിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ദൈവ മക്കൾ തമ്മിൽ ചിലപ്പോൾ ഒരൽപ്പം തർക്കമൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉണ്ടാകുന്നത് ഒരിക്കലും ശരിയല്ല, പക്ഷെ അങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ തർക്കം ഉണ്ടായാൽ പോലും അത് ഏറ്റവും പെട്ടെന്ന് രമ്യതപ്പെട്ട് ഏകാഭിപ്രായത്തിൽ ഒരുമിച്ചിരിക്കണം എന്ന് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ഏകാഭിപ്രായത്തിൽ ഒരുമിച്ച് ഇരിക്കേണ്ടത് ആവശ്യമാണ്. അത് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമൊക്കെ ഉണ്ടായത് നിങ്ങൾക്ക് ഇവർക്കൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കും. അതുകൊണ്ട് മർക്കോസിനെ സംബന്ധിച്ച് ചില പ്രത്യേകമായ നിർദ്ദേശങ്ങൾ പൗലോസ് അപ്പോസ്തലൻ കൊടുത്തു എന്ന് നമുക്ക് വിചാരിക്കാവുന്നതാണ്. യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. ഇവരൊക്കെയും പരിച്ഛേദനക്കാരിൽ ഇവർ എന്ന് പറയുമ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരായിട്ടുള്ള ആളുകളിൽ ഇവരൊക്കെയാണ് പൗലോസ് അപ്പോസ്തലന് കൂട്ടാളികളായിട്ട് ആശ്വാസമായി തീർന്നത് എന്നാണ് അവിടെ കാണുന്നത്. 12ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായി എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ഈ കൊലോസ്യയിലുള്ള സഭ സ്ഥാപിച്ചത് എപ്പഫ്രാസ് ആണ് എന്ന് നമുക്ക് അറിയാമല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ 1-ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ നമ്മളത് പറഞ്ഞതാണ്. എപ്പഫ്രാസ് ആണ് കൊലോസ്യയിലെ സഭ സ്ഥാപിക്കുന്നത്. എന്നാൽ ഇപ്പോൾ എപ്പഫ്രാസ് പൗലോസ് അപ്പോസ്തലന്റെ കൂടെയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, സഭ ആരെങ്കിലും ഒരാൾ ഒരു സഭയ്ക്ക് തുടക്കമിട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ആ സഭ ഒരിക്കലും ഒരാളുടെ സ്വന്തമാകുന്നില്ല. അവരവിടെ ആയുഷ്കാലം നിൽക്കുക എന്ന് പറയുന്നതായിട്ടുള്ള പരിപാടിയും ആ സഭയുടെ സമ്പൂർണ്ണ ചുമതല അങ്ങനെ ഒരാളുടെ കൂടെ ആയിരിക്കണം എന്നൊന്നും നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ കാണേണ്ടതായിട്ടുള്ള ആവശ്യവുമില്ല. സഭ എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെയാണ്, കർത്താവിൻ്റെയാണ് സഭ. അതിനകത്ത് കർത്താവ് പല പല ആളുകളെ ആ ഒരു സഭയുടെ മുമ്പോട്ടുള്ള വളർച്ചയിൽ ഉപയോഗിക്കും. എപ്പഫ്രാസിനെ ആദ്യം ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒനേസിമോസിനെയും അതുപോലെ തന്നെ അരിസ്തർഹോസിനെയും തിഹിക്കോസിനെയും ഒക്കെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഉത്സാഹത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സഭ ഒരിക്കലും ഒരു മനുഷ്യന്റെ പേരിൽ അറിയപ്പെടേണ്ടതോ ഒരു മനുഷ്യന്റെ അധികാരത്തിലോ അവകാശത്തിലോ ഇരിക്കേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സഭയെ നിയന്ത്രിക്കുന്നത് എപ്പോഴും കർത്താവും
കർത്താവിൻ്റെ ആയിരിക്കണം എന്നുള്ളതും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇന്ന് എപ്പഫ്രാസ്, ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷേ നമ്മളൊക്കെ ആണെങ്കിൽ ആ സഭ സ്ഥാപിച്ചത് എപ്പഫ്രാസ് ആണല്ലോ, എന്നാൽ എപ്പഫ്രാസിനെ അങ്ങ് വിട്ടേക്കാം എന്ന് ചിന്തിക്കുന്നതാണ് സ്വാഭാവികമായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് വരിക. കാരണം എപ്പഫ്രാസിന് അവരുമായിട്ടുള്ള കൂടുതലൊരു ബന്ധം ഉണ്ടാകാൻ, ഒരു ആത്മബന്ധം, പരിചയം അതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ അവരെ വചനം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത് എപ്പഫ്രാസ് ആയതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യതകളൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ എപ്പഫ്രാസിനെ അല്ല, മറിച്ച് മറ്റ് രണ്ടുപേരെയാണ് അങ്ങോട്ട് അയക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അപ്പോൾ ദൈവമക്കൾ അവരുടെ ആത്മീകമായിട്ടുള്ള അവരുടെ അവസ്ഥ എന്തായിരിക്കണം എന്നുള്ളതാണ് ഈ രണ്ട് വാക്കുകളിൽ. അതായത് നിങ്ങൾ തികഞ്ഞവരാകണം. ഇന്ന് നമുക്ക് തികഞ്ഞവരാകണം എന്നുള്ള ഒരു ആഗ്രഹം, ഞാൻ തികഞ്ഞവനായി തീരണം എന്നുള്ളതാണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ളതായുള്ള ആഗ്രഹം. ആ ആഗ്രഹത്തിന് നാം വിധേയപ്പെടുകയും അതിനായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുകയും ദൈവവചനത്തിന്റെ പ്രമാണങ്ങളും ആത്മാവിന്റെ നടത്തിപ്പും അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ വളരെ അപൂർവമാണ് എന്നുള്ളതാണ്. പലപ്പോഴും ആർക്ക് ജീവിക്കാൻ പറ്റും, ആരാ ജീവിക്കുന്നത്, ഇതൊക്കെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള നിലയിലാണ് ഇന്ന്. അത് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമാണ്. ദൈവം നമ്മെ വിളിച്ച ആ വിളിയുടെ ലക്ഷ്യം എന്ത് എന്നുള്ളത് അംഗീകരിക്കാൻ പോലും കഴിയാത്ത, മനസ്സില്ലാത്തതായ ഒരു പക്ഷേ ധിക്കാരപരമായിട്ടുള്ള മനോഭാവം എടുക്കുന്ന ആളുകളാണ്. എനിക്ക് എന്നെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവേഷ്ടം ഞാൻ പൂർണ്ണനായി തീരണം എന്നുള്ളതാണ് എന്ന് ചിന്തിക്കുകയും ആ ഒരു ലക്ഷ്യത്തോടു കൂടി നാം മുമ്പോട്ട് ജീവിക്കുകയും ചെയ്യണം. അങ്ങനെ ആ ലക്ഷ്യത്തോടു കൂടി മുമ്പോട്ട് ജീവിക്കുന്ന ആളുകളെ അവരുടെ മരണത്തിങ്കൽ അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ ദൈവം പൂർണ്ണരായിട്ടങ്ങ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ പൂർണ്ണതയിൽ എത്തിയിട്ടല്ല കർത്താവ് ആരെയും പൂർണ്ണരായിട്ട് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഒന്നും അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ആ പൂർണ്ണതയിലേക്ക് നോക്കിക്കൊണ്ട് ആ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന ആളുകളെ ആണ് കർത്താവ് അവരുടെ മരണത്തെങ്കിൽ അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ കുറ്റമില്ലാത്തവരും വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾ കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ച് ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അവനെ നീതിമാനായിട്ട് ദൈവം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതുപോലെ ഈ ഒരു ലക്ഷ്യത്തോടു കൂടി യാത്ര ചെയ്യുന്ന, കർത്താവിനെ നോക്കി യാത്ര ചെയ്യുന്ന ആളുകളെ കർത്താവ് ഒരു പ്രഖ്യാപനത്തിലൂടെ അങ്ങ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ തികഞ്ഞവരായി തീരണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ? ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കണം. രണ്ടാമത്തെ കാര്യം അതാണ്. ആ ഒരു ആഗ്രഹം നമുക്കുണ്ടോ? നമുക്ക് പലപ്പോഴും നമ്മളുടെ ഇഷ്ടം എന്താണ് എന്നുള്ളതല്ലേ നമ്മുടെ ഹൃദയത്തിലെ പ്രധാന ചിന്ത എന്ന് പറയുന്നത്. ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയം, അതായത് ഞാൻ മുമ്പോട്ടുള്ള എൻ്റെ ക്രിസ്തീയ ജീവിത യാത്രയിൽ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം, എൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു നിശ്ചയം നമുക്ക് വന്നാൽ മാത്രമേ ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവേഷ്ടം ചെയ്ത് നാം ഈ ലോകത്ത് കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യണമെങ്കിൽ ആ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എപ്പഫ്രാസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രൂപാന്തരത്തിന് അനുസൃതമായിട്ട് അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടാണ് ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണ നിശ്ചയം, ദൈവത്തെ സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായിട്ട് നിൽക്കണം. പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് നിൽക്കുമ്പോൾ ദൈവഹിതം പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി തന്നെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ യോഗ്യമായ ഒരു വിഷയമാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. ഇത്
നമ്മുടെ എന്തെങ്കിലും സ്വാർത്ഥമായ മോഹങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ നാം ഉപയോഗിക്കപ്പെടേണ്ടതിനും നമ്മളിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിനും വേണ്ടുന്നതായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രാർത്ഥനയിലാണ് നാം നേരത്തെ പഠിച്ചതുപോലെ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മൾ ചെയ്യുവാൻ കഴിയുന്നവൻ എന്ന് പറയുന്നത്. ഇത്തരം പ്രാർത്ഥനകൾ നാം ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതിലും അപ്പുറം, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടുവാനായിട്ട്, അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി, ഒരു അഡ്ജസ്റ്റ്മെന്റിലങ്ങ് പോയാൽ മതി എന്നുള്ള നിലയിലല്ല, മറിച്ച് ഞാൻ ഏറ്റവും ദൈവത്തിന് പൗലോസ് പല സഹോദരന്മാരെ കുറിച്ചും പറയുന്നത് പോലെ വിശ്വസ്തയോടുകൂടി പ്രിയരായി, ഈ സഹോദരന്മാർക്ക് പ്രിയരായിരിക്കുന്ന ആളുകൾ അവരെ പലപ്പോഴും ദൈവത്തിനും പ്രിയരായിരിക്കും എന്ന് നമുക്കറിയാമല്ലോ. ദാനിയേലിനെ കുറിച്ച് ദൈവം പറയുമ്പോൾ ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രിയരായിരിക്കുന്ന ആളുകൾ അവരന്യോന്യം പ്രിയപ്പെടുന്നതായിട്ടുള്ള ആളുകളുമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ട് ആ ഒരു ജീവിത മാർഗത്തിലേക്ക് നാം കിടക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചും വിശ്വസ്തനും പ്രിയനും എന്നൊക്കെ പറയുവാനായിട്ട് സഹവിശ്വാസികൾക്കും അതുപോലെ തന്നെ ദൈവത്തിനും കഴിയും എന്നുള്ളത് ഓർക്കുക. നിങ്ങൾക്കും ലൗകികക്കാർക്കും ഹീരപ്പുലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. അപ്പോൾ ഇവിടെ എപ്പഫ്രാസിന്റെ ശുശ്രൂഷ, കൊലോസിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള വിശ്വാസികൾക്ക് വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. പ്രിയമുള്ളവരെ, ദൈവജനത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു താല്പര്യം, നമ്മൾ പ്രയാസപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, നമുക്ക് ഏറ്റവും താല്പര്യമുള്ളവർക്ക് വേണ്ടിയല്ലേ നമ്മൾ പ്രയാസപ്പെടുന്നത്. ഇവിടെ ഈ എപ്പഫ്രാസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എപ്പഫ്രാസ് തന്റെ കുടുംബക്കാർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നു എന്നല്ല. എപ്പഫ്രാസ് കൊലോസിയിലും ലൗദിക്കയിലും ഹീരപ്പുലിക്കാർക്കും അങ്ങനെയുള്ള ദൈവ മക്കൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പ്രയാസപ്പെടൽ ഏതെല്ലാം നിലയിലാണ് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ പൗലോസ് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലനും അതുപോലെ തന്നെ തന്റെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളുമായിരുന്നു. അപ്പോൾ ആ മേഖലയിലുള്ള പ്രയാസം കാണും. പിന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിന്റെ യാത്രയുടേതായിട്ടുള്ള ക്ലേശങ്ങൾ കാണും. അതുപോലെ തന്നെ അവിടെയുള്ള കാലാവസ്ഥയുടേതായ ക്ലേശങ്ങൾ കാണും. പിന്നെ പീഡനങ്ങളും ഭീഷണികളും അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പലവിധമായ ക്ലേശങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ദൈവിക പരിപാടി, ദൈവേഷ്ടം ചെയ്യുക, ദൈവമക്കൾ എന്നുള്ളതായതുകൊണ്ട് അതൊക്കെ അവര് സന്തോഷത്തോടു കൂടി സഹിച്ചു. ദൈവമക്കൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നതിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവത്തെയും ദൈവിക പരിപാടിയെയും ദൈവജനത്തെയും ഒക്കെ സ്നേഹിക്കുന്നവർക്കാണ് അതിനുവേണ്ടി കഷ്ടപ്പെടുവാനായിട്ട് മനസ്സുള്ളത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ കാര്യം അവരോടുള്ള സ്നേഹമാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ സഭയ്ക്ക് വേണ്ടി നാം കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ദൈവജനത്തിന് വേണ്ടി നാം കഷ്ടപ്പെടുന്നത്, അങ്ങനെ കഷ്ടപ്പെടാൻ നമുക്ക് മനസ്സില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അവരോടുള്ള സ്നേഹമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അവരോട് സ്നേഹമില്ല എങ്കിൽ ദൈവത്തോടുള്ള നമ്മളുടെ സ്നേഹത്തെയാണ് അത് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നത്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നാണ് നാം വചനത്തിൽ നിന്ന് വായിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയാസപ്പെടാൻ മനസ്സുള്ള ഒരു മനോഭാവം നമ്മളിലുണ്ടോ? വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ലൂക്കോസ് പൗലോസ് അപ്പോസ്തലന്റെ കൂടെ ഉണ്ടായിരുന്നതായ വൈദ്യനായിരുന്നു എന്ന് നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷവും, ലൂക്കോസ് ഒരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളും സുവിശേഷവും ലൂക്കോസിനാൽ രചിക്കപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പൗലോസ് അപ്പോസ്തലന് ശാരീരികമായിട്ടുള്ള ക്ലേശം ഉണ്ടായിരുന്നതുകൊണ്ട് ലൂക്കോസിന്റെ സാമീപ്യവും ശുശ്രൂഷയും ഒരു വൈദ്യൻ എന്നുള്ള നിലയിൽ
അപ്പസ്തോലന് ആവശ്യമുണ്ടായിരുന്നത് കൂടിയാണ് ലൂക്കോസ് തന്നെ അനുഗമിച്ചിരുന്നത് എന്നും ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. ദേമാസ് എന്ന് പറയുന്നതായിട്ടുള്ള ആളെ കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ ദേമാസിനെ കുറിച്ച് പറയുന്നത്, ഇവിടെ പറയുമ്പോൾ ദേമാസിനെ കുറിച്ച് പ്രത്യേകിച്ച് ദോഷമായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്തെ സ്നേഹിച്ചാൽ സഭയെ സ്നേഹിക്കാനോ സഭാ ശുശ്രൂഷകളെ സ്നേഹിക്കാനോ സഭാ ശുശ്രൂഷകരെ സ്നേഹിക്കുവാനായിട്ടോ കഴിയുകയില്ല. ഈ രണ്ട് സ്നേഹവും കൂടെ ഒരിക്കലും ഒരുമിച്ച് പോകുന്നതല്ല. അത് ദൈവത്തെയും മാമോനെയും ഒരേ സമയം സേവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ദൈവത്തെയും ദൈവിക പരിപാടികളെയും ദൈവത്തിന്റെ കർത്താവിന്റെ സഭയെയും അതുപോലെ തന്നെ ലോകത്തെയും ഒരേ സമയത്ത് സ്നേഹിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒന്നുകിൽ ലോകത്തെ സ്നേഹിക്കും, അല്ലെങ്കിൽ സഭയെ സ്നേഹിക്കും എന്ന് മാത്രമേ നമുക്കവിടെ പറയാനായിട്ട് കഴിയുള്ളൂ. ദേമാസ് ഒരുപക്ഷെ വിശ്വസ്തനായി പൗലോസ് അപ്പോസ്തലന്റെ കൂടെ കുറെ കാലം നടന്നുവെങ്കിലും പിന്നീട് എന്ന് താൻ ലോകത്തെ സ്നേഹിച്ചുവോ അന്ന് അവരെ വിട്ടുപോയി എന്ന് നാം കാണുന്നു. നാം കർത്താവിനോടുള്ള സ്നേഹം, ദൈവജനത്തോടുള്ള സ്നേഹം വിട്ട് നാം എന്ന് ലോകത്തെ സ്നേഹിക്കുവാൻ തുടങ്ങുന്നുവോ അന്ന് ഈ ദൈവിക പരിപാടിയിൽ നിന്നും നാം പുറത്തു പോകുന്നത് ആണ് അതിൻ്റെ പരിണിത ഫലം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലൗദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവിൻ. പല സഹോദരിമാരുടെ പേര് വെച്ച് അവരുടെ വീട്ടിലെ സഭ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ നുംഫ എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ വീടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഭായോഗത്തിന് തുറന്നു കൊടുക്കേണ്ട വീടുകളാണ്. സഭയുടെ യോഗകൾ നടക്കേണ്ടതായിട്ടുള്ള വീടുകളാണ്. അത് നമ്മുടെ അതിഥി സൽക്കാരം മനോഭാവവും അതുപോലെ തന്നെ ആളുകൾക്ക് വരുവാനും നമ്മളോട് കൂടെ സമയം ചെലവഴിക്കുവാനും പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും ഒക്കെയുള്ള മനസ്സ് ഒരുപക്ഷെ ക്രമമായി സഭായോഗം എല്ലായിടത്തും ഒന്നും സാധിക്കുന്നില്ലെങ്കിലും നമ്മളുടെ ഭവനങ്ങൾ ദൈവജനത്തിന് വരാനും ആശ്വസിക്കുവാനും ഉത്സാഹിക്കപ്പെടുവാനും ഒക്കെയുള്ള ഭവനങ്ങളായിട്ട് മാറണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, നമുക്കാർക്കും സ്വന്തമായിട്ട്, നാം കർത്താവിൻ്റെ സ്വന്തമാണെങ്കിൽ നമുക്കാർക്കും സ്വന്തമായിട്ട് ഭവനമില്ല. നമ്മുടെ ഭവനങ്ങളെല്ലാം കർത്താവിൻ്റെയാണ്. അതെല്ലാം കർത്താവിൻ്റെ മക്കൾക്കും ശുശ്രൂഷയ്ക്കും വേണ്ടി തുറന്നു കൊടുക്കപ്പെടേണ്ട ഭവനങ്ങളുമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ നിങ്ങൾ ഭവനങ്ങളെയോ നിലങ്ങളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയോ നിങ്ങൾക്ക് വിട്ടുകളയേണ്ടി വന്നാൽ ഈ ലോകത്തിൽ തന്നെയും 100 മടങ്ങ് നിങ്ങൾക്ക് അത് ലഭിക്കും എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഭവനങ്ങളൊക്കെ ദൈവജനത്തിന് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ട ഭവനങ്ങളായി ഇരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലൗദിക്യ സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലൗദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവിൻ. അർഹിപ്പാസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണമെന്ന് പറവിൻ. പൗലോസായ എൻ്റെ സ്വന്തം കയ്യാലെ വന്ദനം. എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. വിശദീകരണങ്ങൾ അധികം ആവശ്യമില്ലാത്തതായ വാക്യങ്ങളാണ്. എന്നാൽ അതിലെ 18-ാം വാക്യത്തിലെ ഒരു ഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ. എന്തുകൊണ്ട് ഓർക്കണം? എൻ്റെ ബന്ധനങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് ഓർക്കണം എന്നൊന്നും അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ല. എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ എന്നുള്ള ഒറ്റ വാക്കേ അവിടെ ഉള്ളൂ. എന്താണ് ഓർക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നു പൗലോസ് അപ്പോസ്തലന്റെ മനസ്സിൽ ആ സമയത്ത് പല കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഓർത്തുകൊള്ളുവിൻ എന്ന് പറയുമ്പോൾ കൊലോസ്യയിലെ വിശ്വാസികൾ അത് വായിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് അവരെന്താണ് ഓർക്കേണ്ടതെന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് കിട്ടുന്നു എന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് കഴിയും. ഒരുപക്ഷെ എൻ്റെ ബന്ധനങ്ങളെ നിങ്ങൾ ഓർത്ത് എൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നവിടെ പറഞ്ഞിട്ടില്ല. അത് ഒരു ലേഖനങ്ങളിലും അത് പറഞ്ഞിട്ടില്ല. ഒരു കാരാഗ്രഹ ലേഖനങ്ങളിലും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ എന്താണ്, ഞാൻ സുവിശേഷത്തെ പ്രതി ബന്ധനത്തിലാണ്. സുവിശേഷത്തിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, ബന്ധിക്കപ്പെടുവാനായിട്ടുള്ളൊരു ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ എന്നുള്ളതാണോ അവർ ഓർക്കേണ്ടത്?
അല്ല എങ്കിൽ ഇങ്ങനെയുള്ള ബന്ധനങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഒട്ടും നിരാശനല്ല, ഞാൻ സന്തോഷവാനാണ്, ഇതിലൂടെയൊക്കെയും ദൈവേഷ്ടമാണ് നിറവേറ്റപ്പെടുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നാണോ? എന്താണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് അങ്ങനെ ചില ഊഹങ്ങൾ മാത്രമേ നമുക്കതിനെക്കുറിച്ച് പുലർത്തുവാനായിട്ട് സാധിക്കുള്ളൂ. എങ്കിലും താൻ ഒട്ടും നിരാശനായിരുന്നില്ല. ഒരുപക്ഷെ ഒനേസിമോസ് എന്ന് പറയുന്നത് പോലെയുള്ള പല ആളുകളും താൻ അവിടെ ആ ബന്ധനത്തിൽ തടവിലായിരുന്നതുകൊണ്ട് കർത്താവിനെ കണ്ടെത്തി ഇട്ടുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം, സഭാ ജീവിതം എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ ലാഘവത്തോടു കൂടി നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയുന്ന, ജീവിക്കാൻ അനുവാദമുള്ള ഒരു ജീവിതമല്ല. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ലേഖനം പഠിച്ചപ്പോഴൊക്കെയും അതിലുടനീളം നമ്മളത് കണ്ടതാണ്. ഇതിൻ്റെ ഈ ഉപസംഹാരം നടത്തുന്നതായിട്ടുള്ള ഈ വേദവാക്യങ്ങളിൽ നിന്നും നമുക്ക് ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടുണ്ട്. ദൈവം നമ്മെ ഫലകരമായ ക്രിസ്തീയ ജീവിതത്തിന്, സഭാ ജീവിതത്തിന് ഈ പഠനങ്ങളിലൂടെ നമ്മെ സഹായിക്കട്ടെ. നമ്മളുടെ പഠനം ഒരിക്കലും കേവലം നമ്മളുടെ ബുദ്ധിയെ സഹായിക്കുന്നതായിട്ടല്ല, മറിച്ച് ഇതൊക്കെ നമ്മളുടെ വിശ്വാസമായി പരിണമിച്ചിട്ട് അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനമായി നാം തികഞ്ഞവരും ദൈവത്തെ സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.